ഉലക നായകൻ വിൻവിളി നായകൻ കമൽഹാസൻ സാറിന് എന്താണ് സംഭവിച്ചത്? 2022 വിക്രം എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ ആ സിനിമ വൻ ഹിറ്റായി, ഇൻഡസ്ട്രി കണ്ട ഏറ്റവും മികച്ച ഹിറ്റുകളിൽ ഒന്നായി മാറി. അതിനുശേഷം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇന്ത്യൻ 1 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കമൽ സാറിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയതാണ്. ശങ്കർ, സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ മെഗാ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടർ. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. സിനിമ 8 നിലയിൽ പൊട്ടി. 300 കോടി രൂപ ബഡ്ജറ്റിൽ വന്നിട്ട് 150 കോടിയെ കളക്ട് ചെയ്യാൻ സാധിച്ചോളൂ. ഇന്ത്യൻ 2 കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം, ഈ സിനിമ പരാജയപ്പെട്ടത് നന്നായി. ഇങ്ങനെയുള്ള സിനിമകളൊന്നും നമ്മൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യരുത്. എന്തെങ്കിലും പറയാൻ ഒരു നല്ലത് വേണ്ട സിനിമയിൽ. സിനിമ എന്താണെന്ന് അറിയാത്ത ഒരാൾ പോലും ഇത്രയും മോശം സിനിമ എടുക്കുമെന്ന് തോന്നിപ്പോയി. കമൽഹാസൻ 50 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സ്വന്തം സൽപ്പേര് ഒറ്റ പടം കൊണ്ട് കളഞ്ഞല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിനുശേഷം മറ്റൊരു പ്രതീക്ഷയായിരുന്നു തഗ് ലൈഫ്. 37 വർഷങ്ങൾക്ക് മുമ്പ് നായകൻ എന്ന് പറഞ്ഞൊരു സിനിമ മണിരത്നം ഡയറക്ട് ചെയ്ത് കമൽഹാസൻ അഭിനയിച്ച, അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. ആ സിനിമയുണ്ടല്ലോ, ഇന്ത്യൻ സിനിമയിലെ ഗോഡ് ഫാദർ എന്ന് അറിയപ്പെടുന്ന സിനിമയാണ്. അമ്മാതിരി ഐറ്റമാണ്. കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണ് ആ സിനിമ. ആ കോമ്പിനേഷനിൽ വരുന്ന മറ്റൊരു സിനിമ തഗ് ലൈഫ് ഏകദേശം 300 കോടിയോളം ബഡ്ജറ്റിൽ വന്നു. എന്തിന്? 90 കോടി മാത്രമേ ഇതുവരെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. സിനിമ 8 നിലയിൽ പൊട്ടി. വീണ്ടും നെറ്റ്ഫ്ലിക്സിന് 130 കോടി രൂപയ്ക്ക് സിനിമ കൊടുത്താണ്. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ പെർഫോമൻസ് വളരെ മോശമായതുകൊണ്ട് 25% റേറ്റ് ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. തിയേറ്ററുകാരാണെങ്കിൽ സമരം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് നഷ്ടം സംഭവിച്ചു, നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ഇതോടെ ഈ ബോംബ് കഥ തീരുന്നില്ല. ഇനിയും വരുന്നുണ്ട് അടുത്ത സിനിമയായിട്ട് ഇന്ത്യൻ 3. ഈ സിനിമാക്കാരെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നല്ലപോലെ സമ്മതിച്ചു കൊടുക്കണം. എത്ര സിനിമ പൊട്ടിയാലും അടുത്ത സിനിമയായിട്ട് വരുമ്പോൾ ഞങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് ചെയ്ത സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ കുറേ തള്ളി മറിച്ച് അങ്ങോട്ട് വരും. എന്ത് കോൺഫിഡൻസോടുകൂടി നിന്നാ ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് തള്ളുന്നതെന്നറിയോ? പാവം പിടിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കൂലിപ്പണിക്കാർ ഈ തള്ളും കേട്ട് തിയേറ്ററിൽ പോയിട്ട് അവൻ്റെ കാശും കളഞ്ഞിരുന്ന് കരയും. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ട്. അവർക്ക് ഈ കമൽഹാസനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹം ഡയറക്ട് ചെയ്ത അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയൊരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. അദ്ദേഹം പഴയതുപോലെ നല്ല സിനിമയായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.